ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രകാശ് പറയാണ്, എന്തായാലും ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ കുറിച്ച് തരാൻ പറ്റുമോ? ഡോക്ടർ നന്ദൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഗുണ്ട ഫോൺ പിടിച്ചു വാങ്ങുന്നു. എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? ഇത് കേട്ട ഡോക്ടർ പറയാണ്, അത് പിന്നെ രോഗിയുടെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ട ഗുണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് കേട്ട ഡോക്ടർ പറയാണ്, ഇതിൽ എഴുതിയിട്ടുള്ളതുപോലെ തന്നെ മരുന്ന് കൊടുക്കണം. അടുത്ത രംഗത്തിൽ പ്രകാശും ബോസും തമ്മിലുള്ള ഫോൺ കോളാണ് കാണിക്കുന്നത്. പ്രകാശ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഡോക്ടർ വിനോദ് കുമാർ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആളല്ല. എനിക്കെന്തോ അയാളുടെ ലക്ഷണം കണ്ടിട്ട് ഇത് പ്രശ്നമാകുമെന്ന് തോന്നുന്നേ. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തറിയുമോ? ഇത് കേട്ട ബോസ് പറയാണ്, പേടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അടുത്ത രംഗത്തിൽ ദേവികയും കുടുംബവും തമ്മിലുള്ള സംഭാഷണമാണ്. ദേവിക, നാളെ എനിക്ക് ഒരു 11 മണിയാകുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകണം. നന്ദുവിൻ്റെ വഴിപാടുകൾ അമ്മ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തു തരണം. ഇത് കേട്ട രാധിക പറയാണ്, പാവം പ്രഭാവതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ വിഷമമുണ്ട്. ഒരമ്മ എന്നുള്ള നിലയിൽ അവരുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. ഇത് കേട്ട ദേവിക, അമ്മ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്. അത് അമ്മയുടെ മനസ്സിലെ സങ്കടം കൊണ്ടാണെന്നറിയാം. കേസ് എങ്ങും എത്താത്തതിന് അച്ഛനെയും എന്നെയും എപ്പോഴും പഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാനൊന്നും വിചാരിക്കുന്നില്ല അമ്മേ, കാരണം അമ്മയുടെ മനസ്സിലെ വിഷമത്തിൻ്റെ ആഴം എത്രയാണെന്ന് എനിക്കറിയാം. ഇത് കേട്ട രാധിക പറയാണ്, ഞാനും ഇടയ്ക്ക് പ്രഭാവതിയെ ശപിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അടുത്ത രംഗത്തിൽ ഡോക്ടർ വിനോദും ദേവികയും തമ്മിലുള്ള ഫോൺ കോളാണ് കാണിക്കുന്നത്. ഡോക്ടർ വിനോദ് പറയാണ്, MLA ദേവിക മേഡമല്ലേ? ദേവിക, അതെ, ഞാൻ ഡോക്ടർ വിനോദാണ്. പറയൂ സാർ, എന്താ കാര്യം? ഇതായിട്ട് ഡോക്ടർ പറയാണ്, അത് എനിക്ക് മേഡത്തിന് അത്യാവശ്യമായിട്ട് നേരിട്ടൊന്ന് കാണണം, ഇപ്പോൾ തന്നെ കാണണം. ദേവിക, എന്താ സാർ ഇത്ര പെട്ടെന്ന്? എന്തു പറ്റി ഈ രാത്രിയിൽ? ഇതായിട്ട് ഡോക്ടർ, അത് എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ളതാണ്. ദേവിക, എന്നാലും ഒരു സൂചന തരുമോ? അടുത്ത രംഗത്തിൽ ത്യാഗരാജന്റെ ക്രൂരതയാണ് കാണിക്കുന്നത്. ത്യാഗരാജൻ പെട്ടെന്ന് വന്ന് ഡോക്ടറെ ചവിട്ടി താഴെയിടുന്നു. ഡോക്ടർക്ക് പറഞ്ഞ പണി നേരെ എടുക്കാനായിട്ട് പറ്റില്ല അല്ലേ? ഇവനെ അടിച്ചു കെട്ടി തൂക്കി എവിടെയെങ്കിലും കൊണ്ടിടും. അടുത്ത രംഗത്തിൽ ദേവികയും ശാരികയും തമ്മിലുള്ള ആശങ്കയാണ് കാണിക്കുന്നത്. ശാരിക, എന്താ ചേച്ചി, എന്തുപറ്റി? ഒരു ടെൻഷൻ മുഖത്ത്. ദേവിക, അല്ല, അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ വിനോദ് കുമാർ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ശാരിക, എന്തായാലും അത്യാവശ്യമൊന്നും ആയിരിക്കില്ല ചേച്ചി, ചെന്ന് കിടക്കാൻ നോക്കാം. ഇതായിട്ട് ദേവിക പറയാണ്, അല്ല, നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ എന്തോ ഒരു ആപത്ത് സംഭവിച്ചതുപോലെ തോന്നുന്നു ശാരിക, ഏയ് ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ ചേച്ചി വേറെ ഒന്ന് വിളിച്ചു നോക്കൂ. ദേവിക വിളിച്ചു നോക്കുന്നു. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അയാളുടെ ഫോൺ ഓഫാണ്. ശാരിക, അയാൾ ഫോൺ ഓഫാക്കി വെച്ച് കിടന്നിട്ടുണ്ടാകും. ദേവിക, ഇല്ലെന്നേ, ഇപ്പൊ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. ശാരിക, ചേച്ചി അതൊന്ന് വിടാതെ പോയി കിടന്നേ. അടുത്ത രംഗത്തിൽ മുരളിയും ശാരിയും ഗൗരിയും തമ്മിലുള്ള സംഭാഷണമാണ്. മുരളി പറയാണ്, ഇന്ന് പ്രഭാവതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഗൗരി, എന്തുപറ്റി? മുരളി പറയാണ്, അത് ആൻറ്റിക്ക് ഡിപ്രഷൻ്റെ ചെറിയ ലക്ഷണങ്ങളുണ്ട്. ഇതേട്ട ഗൗരി, ഓ പാവം, അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ വിഷമമാകുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ മുരളിയേട്ടൻ തെറ്റിദ്ധരിക്കുമോ? മുരളി, എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നന്ദൻ എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമോ? അവൻ ജീവനോടെ ഉണ്ടാകുമോ എന്നൊക്കെയാണോ? ഗൗരി, അത് തന്നെയാണ് മുരളിയേട്ട ഉദ്ദേശിച്ചതും. മുരളി, നന്ദൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവൻ ജീവനോടെ എവിടെയോ ഉണ്ട്, ആരോഗ്യവാനായിട്ട് തന്നെ. അടുത്ത രംഗത്തിൽ മരണവാർത്തയും പ്രതികരണങ്ങളുമാണ് കാണിക്കുന്നത്. സിദ്ധു പറയാണ്, പ്രഭയെ റെഡിയായില്ലേ? നമുക്ക് ഡോക്ടറെ കാണാൻ പോകണം. സിദ്ധു TV-യിലെ വാർത്ത കാണും. ജനപ്രിയ ഡോക്ടർ വിനോദ് കുമാർ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട സിദ്ധു, പ്രഭയെ ഇത് നോക്കിക്കേ, വിനോദ് ഡോക്ടർ. ഇത് കേട്ട പ്രഭാവതി, ഈശ്വര, വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇന്നലെ വരെ എത്ര നന്മകൾ ചെയ്ത ഡോക്ടറാ, അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ഒരാൾ പോലും വന്നില്ലേ? അദ്ദേഹം കൊല്ലപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ആൾവാസം അധികം ഇല്ലാത്തതാണ്. ഇന്നലെ രോഗിയെ പരിശോധിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് സിദ്ധു പറയുന്നു. ഇത് കേട്ട പ്രഭാവതി, നന്ദനെ കാണാതായതിനു ശേഷം ഇതുപോലെയുള്ള ദുഷിച്ച വാർത്തകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്തോ എനിക്കിതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല സിദ്ധു. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം. നീ റെഡിയായിക്കേ. ഇല്ല, ഞാൻ എന്തായാലും ഇന്ന് വരുന്നില്ല. അടുത്ത രംഗത്തിൽ ദേവികയുടെ വീട്ടിലെ ചർച്ചയാണ് കാണിക്കുന്നത്.
ദേവിക പറയാണ്, ഡോക്ടറുടെ മരണം വെറും അപകട മരണമല്ല, ഇതിനു പുറകെ എന്തോ ഉണ്ട്. ആരോ ഡോക്ടറെ അപായപ്പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ എന്നെ വിളിച്ചത് മറ്റെന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ സംബന്ധിച്ചിട്ടുള്ള എന്തോ കാര്യം. ഇത് കേട്ട രാധിക, ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല മോളെ. ദേവിക, ഇല്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്തോ പറയാൻ വരുന്നതിൻ്റെ ഇടയിലാണ് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ശാരിക, ചേച്ചി പറയുന്നത് തള്ളിക്കാനായിട്ട് കഴിയില്ല. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. പോലീസുകാരോട് ഇത് പറയണം. ഇത് കേട്ടുകൊണ്ടിരുന്ന മാധവൻ പറയാണ്, ഇത് വിട്ടേക്ക്, അങ്ങനെയൊന്നുമില്ല. നന്ദന്റെ കേസ് തന്നെ വഴിമുട്ടിച്ച് നിൽക്കുകയാണ്. ആ ഐസക് കുരുവിള അത് അന്വേഷിക്കുന്നില്ല. പിന്നെയാണോ ഇപ്പോൾ കേസ്? അടുത്ത രംഗത്തിൽ ത്യാഗരാജനും പ്രകാശും തമ്മിലുള്ള ഡീലാണ് കാണിക്കുന്നത്. ത്യാഗരാജൻ പറയാണ്, എന്നാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഋഷിയെയും നന്ദനെയും മാറ്റണമെന്ന് ഞാൻ ആലോചിച്ച സമയം മുതൽ എൻ്റെ മനസ്സിൽ ഒരുപാട് പേര് കടന്നു വരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരാളെ കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് പ്രകാശ് നിന്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇത് കേട്ട പ്രകാശ് പറയാണ്, അത് പിന്നെ ഏറ്റെടുത്ത ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ത്യാഗരാജൻ, എന്തായാലും ഇനി പ്രകാശിന് ആവശ്യപ്പെടാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ? പ്രകാശ് ആവശ്യപ്പെടുന്ന തുക എനിക്ക് തരാൻ കഴിയും. പക്ഷേ ഞാൻ മനസ്സറിഞ്ഞു തരുന്നത് പ്രകാശ് ആവശ്യപ്പെടുന്നതിനേക്കാൾ വലുതായിരിക്കും. പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നീട് ജയിൽവാസം കഴിഞ്ഞാലും പ്രകാശിന് അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള പണം ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. പ്രകാശ് പറയാണ്, അത് മതി സാർ, അത് കേട്ടാൽ മതി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല, ഈ നന്ദനി ഋഷിയെയും എന്തിനെവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? അതറിയാൻ ഒരു ആകാംക്ഷ. ഇത് കേട്ട ത്യാഗരാജൻ, അത് കരാറിലില്ലല്ലോ പ്രകാശ്, അത് അറിയാഞ്ഞിട്ട് എന്ത് കാര്യത്തിനാ? പ്രകാശ്, അല്ല, ചോദിച്ചെന്ന് മാത്രം.